അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ചൈൽഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇത് നമുക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. ഇത്രയും സെഷൻസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാം കൂടി വരുന്നതാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ. 10 മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലോ ഇഷ്ടം പോലെ നമുക്ക് എഴുതാം. കാരണം ഈ ഫുൾ ചാപ്റ്റർ നമുക്ക് ഇതിൽ എഴുതി വെക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഏതൊക്കെ വരിക? നമ്മുടെ ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ ഭാഗമായിട്ട് വരുന്നതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, പോക്സോ, അതേപോലെ തന്നെ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ, പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ്. ഇതെല്ലാം നമുക്ക് എന്തിൽ വരുന്നതാണ്? ചൈൽഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ ആണ്. ഇത് ഞാൻ ഇനി സെപ്പറേറ്റ് പറയുന്നില്ല. അത് ചോദിച്ചാൽ ഈ ആക്ടുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയാൻ പറ്റുന്നതാണ് ഏത്? നമ്മുടെ UNHR കൗൺസിൽ, അതായത് UNHRC എന്നാണ് പറയുന്നത്, ദ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ. ഇതെന്താന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ കുറെ ലോസ് പറഞ്ഞപ്പോ നമ്മൾ പറയുന്നുണ്ടായിരുന്നു UN കൺവെൻഷന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇൻ അക്കോർഡൻസ് വിത്ത് UN കൺവെൻഷൻ, ഇൻ കമ്മിറ്റ്മെന്റ് ടു UN കൺവെൻഷൻ എന്നൊക്കെ നമ്മൾ കുറെ ലോസിൽ പറയുന്നുണ്ടായിരുന്നു, ആക്ടുകളിലൊക്കെ. അപ്പൊ ഈ UN ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ എന്താ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ പേരിൽ തന്നെയുണ്ട് എന്താണ്? നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബലി നിലനിൽക്കുന്ന ഒരു കൗൺസിലാണ് UNHRC എന്ന് പറയുന്നത്. ഓക്കെ, then created by UN General Assembly on March 15, 2006. സോ ഈ കൗൺസിൽ നിലവിൽ വന്നിട്ടുള്ളത് March 15, 2006 UN ജനറൽ അസംബ്ലിയിലാണ്. ഇനി അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താ നോക്കി നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താ? ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക. ദെൻ ടു പ്രിവെന്റ് ഹ്യൂമൻ റൈറ്റ് അബ്യൂസ് എന്ന് വെച്ചാൽ മനുഷ്യാവകാശത്തിന്റെ അബ്യൂസ് പ്രിവെന്റ് ചെയ്യുക. അത് നമ്മൾ എന്താണ് വേറെ രീതിയിലേക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നു. ദെൻ ടു എൻഷുർ ആൻഡ് പ്രൊട്ടക്ട് ദ ഫോളോയിങ്. ഏതൊക്കെയാ? freedom to assembly, freedom to speech and expression, freedom to religion, protection of women right, protection of LGBT community. അപ്പൊ ഇത്രയും കാര്യങ്ങള് എൻഷുർ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ. എന്താ? കൂട്ടം ചേരാനുള്ള ഫ്രീഡം, അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എവിടെയും തുറന്ന് പറയാനുള്ള ഫ്രീഡം, നമുക്ക് ഇഷ്ടപ്പെട്ട റിലീജിയൻ സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം, പിന്നെ വിമൻ റൈറ്റ്സ്, അതേപോലെ തന്നെ LGBT കമ്മ്യൂണിറ്റിയുടെ പ്രൊട്ടക്ഷൻ. ഇതെല്ലാം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു കൗൺസിലാണ് എന്ത്? UN ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. 2006 March 15 UN ജനറൽ അസംബ്ലി ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, ഇതിന്റെ ഹിസ്റ്ററി ഒന്ന് നോക്കിക്കേ. UN General Assembly created this on 2006 by Resolution 60/251. അപ്പോ 60/251 എന്നുള്ള റെസൊല്യൂഷനിൽ 2006 നിലവിൽ വന്നതാണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ. Replaced former UN Convention of Human Rights since it is very weak. അപ്പൊ ഈ ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ നിലവിൽ വരുന്നതിന്റെ മുന്നേ ഒരു UN കമ്മീഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അത് വീക്ക് ആയതുകൊണ്ടും അല്ലെങ്കിൽ അവർക്ക് അത് നേരാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടും ആണ് 2006 ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ നിലവിൽ വന്നിട്ടുള്ളത്. Then it contains very less human right records. ഏത്? നമ്മുടെ ഫോർമർ ആയിട്ടുള്ള മുന്നത്തെ UN കമ്മീഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ഹ്യൂമൻ റൈറ്റ് റെക്കോർഡ്സ് മാത്രമാണ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര വീക്കുമായിരുന്നു. പ്രൊസീജിയർ ഇൻക്ലൂഡ്സ് യൂണിവേഴ്സൽ പീരിയോഡിക് റിവ്യൂ, അഡ്വൈസറി കമ്മിറ്റി ആൻഡ് കംപ്ലൈന്റ് കമ്മിറ്റി. അപ്പൊ ഈ ഹ്യൂമൻ റൈറ്റ് കൗൺസിലിന്റെ ഭാഗമായിട്ട് വരുന്ന മെയിൻ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഇവരുടെ എയിം എന്താണ്? യൂണിവേഴ്സൽ പീരിയോഡിക് റിവ്യൂ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ടൈമില്, ഒരു ഇന്റർവെൽ ഓഫ് ടൈമില് നമ്മൾ ഗ്ലോബലി എന്ത് ചെയ്യുക? ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ആവുന്നുണ്ടോ, എന്തൊക്കെ ഇഷ്യൂസ് ആണൊക്കെ നമ്മളൊന്ന് നോക്കുക. പിന്നെ അതിനെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്, കംപ്ലൈന്റ് കമ്മിറ്റി, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഇറ്റ് ഓൾസോ ഫോളോ സ്പെഷ്യൽ പ്രൊസീജിയർ പ്രൊപ്പോസ്ഡ് ബൈ ഫോമർ കമ്മിറ്റി എന്ന് വെച്ചാല് ഈ സംഭവങ്ങളൊന്നും കൂടാതെ അഡ്വൈസറി കമ്മിറ്റി, കംപ്ലൈന്റ് കമ്മിറ്റി, പീരിയോഡിക് റിവ്യൂ ഇതൊന്നും കൂടാതെ മുന്നുണ്ടായിരുന്ന UN കമ്മീഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് ആ പ്രൊസീജിയറും കൂടി ആര് ഫോളോ ചെയ്യണം? പുതിയതായിട്ട് വന്നിട്ടുള്ള ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ ഫോളോ ചെയ്യണം. ഓക്കെ, ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോ ആലോചിക്കുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ. കാരണം എന്താ അറിയോ? ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ എന്തൊക്കെ ഒന്ന് ചെയ്യാം അതെല്ലാം ഇവിടെ നമുക്ക് എഴുതിയേക്കാം. Then protect human rights globally,
എൻഷുർ അറ്റൈൻമെന്റ് ഓഫ് ഫണ്ടമെന്റൽ ഫ്രീഡം ടു എവ്രി വൺ. എന്താണ്? എല്ലാവർക്കും ഫണ്ടമെന്റൽ ഫ്രീഡം, സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ്. ദെൻ ഹെൽപ്പ് ടു ഡെവലപ്പ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ് ലോ എന്ന് വെച്ചാൽ ഗ്ലോബലി ഒരു ഹ്യൂമൻ റൈറ്റ്സ് ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ കൗൺസില്. റിവ്യൂ ദ ഹ്യൂമൻ റൈറ്റ് റെക്കോർഡ്സ് ഓഫ് മെമ്പർ സ്റ്റേറ്റ്. അതായത് ഈ UN കൗൺസിലിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെയും ഹ്യൂമൻ റൈറ്റ് റെക്കോർഡ്സ് റിവ്യൂ ചെയ്യുക, പീരിയോഡിക്കലി റിവ്യൂ ചെയ്യുന്നത് ഇവരുടെ ഫംഗ്ഷൻ ആണ്. പ്രിവെൻഷൻ ഓഫ് അബ്യൂസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്, മനുഷ്യാവകാശ എന്താ പറയാ, മനുഷ്യാവകാശം വെറുതെ അതിനെന്തിനൊക്കെ വേണ്ടിയിട്ട് അബ്യൂസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക. ഓക്കെ. ദെൻ റെസ്പോൺസ് ടു എമർജൻസി സിറ്റുവേഷൻ വേർ ഹ്യൂമൻ റൈറ്റ്സ് ആർ വയലേറ്റഡ്. ഇതിന് ഏറ്റവും ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ഇസ്രായേലിലൊക്കെ നടക്കുന്ന വെടിവെപ്പൊക്കെ ഇല്ലേ, അതായത് അവിടെയൊക്കെ നിങ്ങൾ നോക്കി താലിബാന്റെ കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ. സോ അവിടെയൊക്കെ നിങ്ങൾ നോക്കി നോക്കൂ, ഇപ്പൊ സ്ത്രീകൾക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ന്യൂസ് വന്നിരുന്നു പത്രത്തില്, താലിബാനിലൊക്കെ സ്ത്രീകളുള്ള സ്ഥലത്ത് വിൻഡോസ് പാടില്ല എന്ന്. സോ അതൊക്കെ ശരിക്കും ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് ആണ്. സോ അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസില് ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ അവിടെ റെസ്പോണ്ട് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ ഹ്യൂമൻ റൈറ്റ് കൗൺസിലിനുണ്ട്. ദെൻ ഇന്റർനാഷണൽ ഫോറം ഫോർ ഹ്യൂമൻ റൈറ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ റൈറ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് മൈനർ കമ്മ്യൂണിറ്റി റൈറ്റ്, ഇതെല്ലാം എന്താരുടെ ഫങ്ഷൻസ് ആണ്? ഹ്യൂമൻ റൈറ്റ് കൗൺസിലിന്റെ ഫങ്ഷൻസ് ആണ്. കുട്ടികളുടെ പ്രൊട്ടക്ഷൻ, സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ, പിന്നെ വീക്ക് കമ്മ്യൂണിറ്റി, LGBT പോലത്തെ വീക്ക് കമ്മ്യൂണിറ്റിയുടെ പ്രൊട്ടക്ഷൻ, ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് പ്രിവെന്റ് ചെയ്യുക, അബ്യൂസ് പ്രിവെന്റ് ചെയ്യുക, ലോസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഫണ്ടമെന്റൽ ഫ്രീഡം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെ ആരുടെ ഫങ്ഷൻസ് ആണ്? ഹ്യൂമൻ റൈറ്റ് കൗൺസിലിന്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയേണ്ടത് എന്താണ്? ഇപ്പോ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്. അപ്പൊ നേരത്തെ പറഞ്ഞതെല്ലാം ജനറൽ ഫങ്ഷൻസ് ആണ്. ഇനി ഇപ്പൊ ഇവര് എന്തിലൊക്കെയാണ് ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അക്കൗണ്ടബിലിറ്റി പ്രോജക്ട് ഓൺ ശ്രീലങ്ക. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ശ്രീലങ്കയിലുള്ള ഒരു അക്കൗണ്ടബിലിറ്റി പ്രോജക്ട്, അതിന്റെ ഭാഗമായിട്ട് അവര് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ ആണ്. Then monitoring mission in Belarus, ഇസ്രായേൽ ആൻഡ് പാലസ്തീൻ ഇഷ്യൂ നമുക്കറിയുന്ന കാര്യമാണ്. അതിലൊക്കെ ആര് ഇടപെടുന്നുണ്ട്? ഈ ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ ഇടപെടുന്നുണ്ട്. ദെൻ സ്പെഷ്യൽ റിപ്പോർട്ടേഴ്സ് ഫോർ അഫ്ഗാനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനിലും ഒരുപാട് ഇഷ്യൂസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ അവിടെയൊക്കെ സ്പെഷ്യൽ റിപ്പോർട്ടേഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. ദെൻ സ്പെഷ്യൽ റിപ്പോർട്ടേഴ്സ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, നമ്മുടെ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഒക്കെ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ റിപ്പോർട്ടേഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവരുടെ ഇപ്പോഴത്തെ കറന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. മെമ്പർഷിപ്പ് എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. സോ ഹ്യൂമൻ റൈറ്റ് കൗൺസിലില് 47 മെമ്പേഴ്സ് ആണ് എലക്ട് ചെയ്യുന്നത്. അത് ആരാ എലക്ട് ചെയ്യുക? നമ്മുടെ UN ജനറൽ അസംബ്ലി ആണ് ഈ 47 മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത്. ദെൻ ഇൻ ജനറൽ അസംബ്ലിയില് ടോട്ടൽ 141 മെമ്പേഴ്സ് ആണുള്ളത്. സോ ഔട്ട് ഓഫ് ദിസ് 96 വോട്ട് ഷുഡ് ഗെറ്റ് ടു ഇലക്ട് ആസ് എ മെമ്പർ. അപ്പൊ UN ജനറൽ അസംബ്ലിയിൽ 141 ആൾക്കാരാണ്. അവരില് 47 മെമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഈ HR കൗൺസിലിലേക്ക് ഇലക്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരാൾക്ക് എത്ര വോട്ട് കിട്ടേണ്ടി വരും? 96 വോട്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിലാണ് ഒരു കൺട്രിക്ക് ഇതിലേക്ക് 47 മെമ്പറിൽ ഒരാളായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി ഇങ്ങനെ 47 മെമ്പറിൽ ഒരാളായി എന്നുണ്ടെങ്കിൽ അവരുടെ വാലിഡിറ്റി എത്രയാണ്? 3 വർഷത്തോളം അവർക്ക് അതില് എന്താണ് നിലനിൽക്കാൻ പറ്റും. ദെൻ not eligible for immediate re-election after serving 2 consecutive terms. ഇപ്പൊ ഇന്ത്യയുടെ കേസ് എടുക്കുക, ഒരു എക്സാമ്പിൾ പറയുകയാണെ, നമ്മളിപ്പോ എന്താണ് 3 വർഷം നമ്മള് സെർവ് ചെയ്തു, നെക്സ്റ്റ് ടൈമും നമുക്ക് തന്നെ കിട്ടി, അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ട് 2 തവണ നമ്മൾ മെമ്പേഴ്സ് ആയിന്നുണ്ടെങ്കിൽ മൂന്നാമത് നമുക്ക് മെമ്പർ ആവാൻ വേണ്ടിട്ട് ഇലക്ഷന് നിൽക്കാൻ പറ്റുമോ? ഇല്ല. മാക്സിമം 2 തവണയാണ് അടുപ്പിച്ച് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ വേണമെങ്കിൽ നെക്സ്റ്റ് ടൈമിലേക്ക് ഒരു ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ദെൻ ഈ മെമ്പേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഇതിന്റെ മെമ്പേഴ്സ് ആവുന്ന നേഷൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ് വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് 2018 നടന്നൊരു ഇഷ്യൂ ആണ്. USA ആക്ച്വലി ആ ടൈമില് നമ്മുടെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു, HR കൗൺസിലില് മെമ്പർഷിപ്പ് ഉള്ള ആളായിരുന്നു USA. പക്ഷെ ഇസ്രായേലിന്റെ ഇഷ്യൂ വന്നിട്ട് USA ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്തത് കൊണ്ട് അവര് എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. ഓക്കെ.
നമ്മുടെ USA നമ്മുടെ കൗൺസിലിൽ നിന്നും റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. സോ മെമ്പർ ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യാൻ പാടില്ല. വയലേറ്റ് ചെയ്ത് അവര് റിമൂവ് ചെയ്യും. ദെൻ ഇന്ത്യ എപ്പോഴാണ് ഇലക്ട് ചെയ്തത്? 2019 മുതൽ 2022 വരെ നമ്മുടെ ഇന്ത്യ HR കൗൺസിലില് മെമ്പർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് മെമ്പർഷിപ്പ്. ഇതിന്റെ ലീഡർഷിപ്പ് ഒന്ന് നോക്കിക്കേ. അതായത് മെയിൻ ആയിട്ട് 5 മെമ്പേഴ്സ് ബ്യൂറോ ആണ്. 5 മെമ്പേഴ്സ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാര്. ദെൻ ഒരു പ്രസിഡന്റും ഒരു വൈസ് പ്രസിഡന്റും ഉണ്ടായിരിക്കും. ഇപ്പൊ അർജന്റീനയിൽ നിന്നുള്ള ഒരാളാണ് നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. മെയിൻ ഓഫീസ് UNHR കൗൺസിലിന്റെ മെയിൻ ഓഫീസ് എന്ന് പറയുന്നത് ജനീവ, സ്വിറ്റ്സർലൻഡത്തെ ജനീവയിലാണ്. പിന്നെ ഇവരുടെ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാ അറിയോ? ഒരു വർഷത്തിൽ 3 തവണയാണ് ഇവര് മീറ്റിംഗ്സ് കൂടുക. മാർച്ചില് 4 വീക്ക് എന്ന് പറയുമ്പോൾ ഒരു 1 മന്ത് കംപ്ലീറ്റ്ലി ഉണ്ടാവുമായിരിക്കണം. ദെൻ ജൂണിൽ ഒരു 3 ആഴ്ച, സെപ്റ്റംബറിലും ഒരു 3 ആഴ്ച, അങ്ങനെ 3 തവണയായിട്ട് ഒരു വർഷത്തിൽ ജനീവയിൽ തന്നെയാണ് ഇവരുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ് യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ് കൗൺസിൽ എന്ന് പറയുമ്പോൾ അവര് മെയിൻ ആയിട്ട് അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളത് പറയുക, അവരുടെ ഹിസ്റ്ററി പറയുക, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ജനറൽ ഫങ്ഷൻസ് എന്താണ്, ഇപ്പോൾ ഉള്ള ഫങ്ഷൻസ് എന്താണ്, ആരൊക്കെയാണ് മെമ്പർഷിപ്പ് ആയിട്ട് വരുന്നത്, എങ്ങനെയാണ് മെമ്പർഷിപ്പ് കിട്ടുന്നത്, ലീഡർഷിപ്പ് ആരാണ്, മീറ്റിംഗ്സ് എപ്പോഴൊക്കെയാണ് നടക്കുക, ഈ കാര്യങ്ങളൊക്കെ ഇതേപോലെ സൈഡ് ഹെഡിങ് ഇട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 10 മാർക്കിന് ധാരാളമാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സംഭവം അത്രയേ ഉള്ളൂ. ഗ്ലോബലി ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു കൗൺസിലാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ലാസ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.